Hello, dear students. Hi, everyone. ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് ഇൻ ടാലി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് ഇൻ ടാലി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ടാലി. അതും അതിന്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ടാലിയുടെ ഫീച്ചേഴ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So today our topic it is accounting vouchers. So let us check what it means, accounting vouchers. Vouchers are the various documents used to represent various transactions taking place in the business. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അതിനെ തന്നെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ വേരിയസ് ട്രാൻസാക്ഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബിസിനസ്. നമുക്കറിയാം സെയിൽസ്, പർച്ചേസ്, പേയ്മെന്റ്, റെസീപ്റ്റ്, അതുപോലെ ബാങ്കിങ് ട്രാൻസാക്ഷൻസ്. ജസ്റ്റ് ലൈക്ക് ടു മെനി ട്രാൻസാക്ഷൻസ് ആർ ഹാപ്പനിങ് there. So these types of transactions are represented by various documents. So that we called it as vouchers. Many vouchers are there. We are discussing here main important accounting vouchers which are used in Tally. So the first one it is payment voucher. Payment voucher. ഒരു കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ട്രാൻസാക്ഷൻ ആണ് പേയ്മെന്റ് എന്ന് പറയുന്നത്. സാലറി പേയ്മെന്റ്, കമ്മീഷൻ പേയ്മെന്റ്, ടു മെനി പേയ്മെന്റ്സ് ആർ മേക്കിംഗ്. ഇലക്ട്രിസിറ്റി ബില്ല് വന്ന് അതിന്റെ പേയ്മെന്റ് നടത്തും. സോ ലൈക്ക് ദാറ്റ് വൺ. പേയ്മെന്റ് വൗച്ചേഴ്സ് അതിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കീ എന്ന് പറയുന്നത് F5 ആണ്. ഞങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ കീസ് എന്ന് പറയും. ടോപ്പിൽ F5. ടാലി സോഫ്റ്റ്വെയറിൽ F5 നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു പേയ്മെന്റ് വൗച്ചേഴ്സ്. അപ്പൊ പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് എൻറ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന, റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് പേയ്മെന്റ് വൗച്ചർ എന്ന് പറയുന്നത്. It is used to account all the payments made by the company by way of cash or bank payment. So, the salary paid, salary account added to cash. നമുക്കതറിയാം അതിന്റെ ജേർണൽ എൻട്രി. ഡെബിറ്റില് സാലറി, ക്രെഡിറ്റില് ക്യാഷ്. കാരണം ക്രെഡിറ്റില് ക്യാഷ് ഓർ ബാങ്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ്സ് എ പേയ്മെന്റ് ട്രാൻസാക്ഷൻ. അത് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് F5 അല്ലെങ്കിൽ പേയ്മെന്റ് വൗച്ചറിലാണ്. സോ ഓക്കെ, then second one it is receipt voucher. പേയ്മെന്റ് പോലെ തന്നെ റെസീപ്റ്റ് ആണ് അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. കമ്പനിയിലേക്ക് ടു മെനി റെസീപ്റ്റ്സ് ആർ ഗെറ്റിംഗ്. ഒരുപാട് എമൗണ്ടുകൾ കമ്പനി സ്വീകരിക്കേണ്ടതുണ്ട്. റെന്റ് റിസീവ്ഡ്. അപ്പോൾ ക്യാഷിനെ നിങ്ങൾ ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഓൾ ട്രാൻസാക്ഷൻസ് നമ്മൾ ജേർണൽ എൻട്രി വെച്ചിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ, ട്രാൻസാക്ഷൻസിൽ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് ഓർ ബാങ്ക് വരുന്നതിനെയാണ് റെസീപ്റ്റ് വൗച്ചർ അല്ലെ റെസീപ്റ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുക. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് റെസീപ്റ്റ് വൗച്ചർ. Receipt voucher. The short key which is used for a receipt voucher, it is F6. So transactions involving receipt of cash are entered in the receipt voucher. All cash or bank receipts. For transactions in the debit cash or bank വരുന്നുണ്ടെങ്കിൽ that entry, that transaction represented or entered in receipt voucher. F6. Okay. Then third one it is contra voucher. Contra voucher. It means bank transactions. Cash and bank transactions. നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും. അത് F4ലാണ് ഞങ്ങൾ എൻറ്റർ ചെയ്യുക. അതിന്റെ വൗച്ചർ F4 കോൺട്രയാണ്. അതുപോലെ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോയിൽ ചെയ്യുമ്പോൾ, അപ്പൊ ഞങ്ങൾ ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യും, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യും. അങ്ങനെ ക്യാഷ് ആൻഡ് ബാങ്ക് ട്രാൻസാക്ഷൻസ് ആണ് കോൺട്രാ വൗച്ചറിൽ വരും. അതുപോലെ ബാങ്ക് ട്രാൻസ്ഫർ വരും. ട്രാൻസ്ഫർ ഓഫ് amount of money from one bank account to another bank account. So that it is here contra vouchers. Contra entry is a transaction indicating transfer of funds from cash deposited into bank. From cash to bank, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് കോൺട്രയിലാണ് എൻറ്റർ ചെയ്യുക. കോൺട്രാ വൗച്ചർ ആണ് യൂസ് ചെയ്യുക. അതുപോലെ ക്യാഷ് വിഡ്രോവൽ ഫ്രം ദ ബാങ്ക്, then from one bank to another one, bank transfer. So this type of transactions between cash and bank, it is F4 contra. Then next one it is sales voucher. Its short key it is F8.
ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിലുള്ള ഫങ്ഷണൽ കീയിൽ F8 പ്രസ് ചെയ്യാൻ പറ്റും. സെയിൽസ് വൗച്ചർ. It is used for recording all transactions related to sales, whether credit sale or cash sale, sale of goods and services. It is a type of account in voucher tally. You can record all transactions related to sales. അതാണ് സെയിൽസ് വൗച്ചർ എന്ന് പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രം. ഞങ്ങളൊരു ഓൾറെഡി ഫിക്സ്ഡ് അസറ്റ് ഞങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് വൗച്ചറിൽ വരില്ല. ഞങ്ങൾ കമ്പനിയിലുള്ള ഓൾറെഡി ഫിക്സ്ഡ് അസറ്റ് വിറ്റു, അത് ഞങ്ങൾ വീണ്ടും പറയും, അത് ഇവിടെ വരത്തില്ല. ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് സോൾഡ് എന്ന് നമ്മൾ പറയുള്ളൂ. സോ ദാറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് entered here in sales voucher in F8. Then purchase voucher. ഒരു കമ്പനിയുടെ ഏറ്റവും മറ്റൊരു അടുത്ത പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. ഇറ്റ് ഈസ് ദ ഷോർട്ട് കീ യൂസ്ഡ് ഫോർ ദിസ് വൺ, ഇറ്റ് ഈസ് F9, purchase voucher. It is used to record all the purchase transactions of the company. ക്രെഡിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ടാവാം, പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്രെഡിറ്റ് പർച്ചേസ് ആവാം, ക്യാഷ് പർച്ചേസ് ആവാം. വെദർ ഇറ്റ് ഇസ് ക്രെഡിറ്റ് ഓർ ക്യാഷ്, it should be recorded through purchase voucher. So purchase voucher മനസ്സിലായിട്ടുണ്ടാവും. Then another important one, it is journal voucher. Journal, the short key used it is F7. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ all transactions which will not come under any of the above. ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ഒരു വൗച്ചറിലും ഉൾപ്പെടുത്താൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം, അതാണ് ജേർണൽ വൗച്ചറിൽ വരിക. അല്ലെങ്കിൽ ഓൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഓൾ കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ഞങ്ങൾ സാധാരണ ഫൈനൽ അക്കൗണ്ട് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ലാസ്റ്റിൽ അഡ്ജസ്റ്റ്മെന്റിൽ തരും ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് അല്ലെങ്കിൽ അക്രൂഡ് ഇൻട്രസ്റ്റ്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ജേർണൽ വൗച്ചറിൽ ചെയ്യുക. അതേപോലെ ക്രെഡിറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഞങ്ങൾ ഫിക്സഡ് അസറ്റ് ക്രെഡിറ്റിന് വാങ്ങിച്ചാൽ, കമ്പനിയിലേക്കുള്ള ഫിക്സഡ് അസറ്റ് ഓർ ബിൽഡിംഗ് ഓർ മെഷീനറി കടമായിട്ട് വാങ്ങിച്ചാൽ, ദ എൻട്രി വിൽ ഗോസ് ടു ജേർണൽ വൗച്ചർ. അവിടെ പേയ്മെന്റ് നടത്തുന്നില്ല, പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പേയ്മെന്റിലാണ് പോവുക, പേയ്മെന്റ് വൗച്ചറിൽ. കടമായിട്ടാണ് വാങ്ങിക്കുന്നത്, അത് പർച്ചേസ് ഓഫ് മെഷീനറി ആണ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ പർച്ചേസ് വൗച്ചറിൽ പോകും. സോ ഓക്കെ, ഇപ്പൊ പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ക്രെഡിറ്റ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അത് അതേപോലെ ഓൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്, ഇതൊക്കെയാണ് F7 പോവുക. അതായത് സിമ്പിൾ ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വൗച്ചറിലും ഉൾപ്പെടുത്താൻ പറ്റാത്തത് ഇവിടെ ഉണ്ട്. ഒരു എൻട്രി വിച്ച് ഈസ് നോട്ട് മെയ്ഡ് ബൈ അതർ അക്കൗണ്ട് ഇൻ വൗച്ചേഴ്സ്, ദാറ്റ് ഇറ്റ് ഈസ് recorded through journal voucher. Then another one, it is credit note. Credit note, you know, it is sales return credit note. So a return inward or sales return journal, it is used to record sales return. ഇതിന്റെ ഷോർട്ട് എന്ന് പറയുന്നത് F8 എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണ്, ഞങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൺട്രോൾ കീ ഉണ്ട്, കൺട്രോൾ F8, കൺട്രോൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഫങ്ഷണൽ കീ F8 പ്രസ് ചെയ്യുക, ക്രെഡിറ്റ് നോട്ട്. Then just opposite one, it is debit note. Control F9 ആണ് അതിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത്, കൺട്രോൾ F9. It is used for recording purchase return or return outward. It is used to record purchase return. All these are major important accounting vouchers used in Tally. Okay, thank you. ഇതാണ് അതിന്റെ ഒരു ഷോർട്ട് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഷോർട്ട് കട്ട്സ് ആണ്, ലാപ്ടോപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കീസ് ആണ്. പർച്ചേസ് F9 ആണ്, സെയിൽസ് F8 ആണ്. അത് പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ കൺട്രോൾ F9 എന്ന് പറയും. CTRL എന്ന് പറഞ്ഞിട്ടൊരു കീ നമ്മുടെ ലാപ്ടോപ്പിലെ സിസ്റ്റത്തിൽ കാണാൻ പറ്റും, കൺട്രോൾ F9. അതേപോലെ സെയിൽസ് ആണെങ്കിൽ, ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ, സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ കൺട്രോൾ F8 വരും, സെയിൽസ് റിട്ടേൺ. Then receipt F6, payment F5, contra F4, journal F7. So okay, thank you all.